എല്ലാ പ്രേക്ഷകർക്കും ജീവൻ ടിവിയുടെ പ്രതിവാര വാർത്താധിഷ്ഠിത പരിപാടിയായ ക്യാപിറ്റൽ ടൈംസിലേക്ക് വീണ്ടും സ്വാഗതം. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ പശ്ചാത്തലത്തിൽ കലാപ്രകടനങ്ങൾക്ക് കോഴിക്കോട് സ്ഥിരം വേദിയൊരുങ്ങുന്നു. മലബാറിലെ പ്രഥമ പെർഫോമിംഗ് ആർട്ട് സ്റ്റുഡിയോ റിതം ഹൗസിൻ്റെ ഉദ്ഘാടനം ഏപ്രിൽ 19 ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ലണ്ടൻ അടക്കമുള്ള പാശ്ചാത്യ നഗരങ്ങളിലെ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യങ്ങളിലൊന്നായ ഒപ്പറ ഹൗസുകൾക്ക് സമാനമായ പെർഫോമിംഗ് ആർട്ട് സ്റ്റുഡിയോയാണ് റിതം ഹൗസ് ഒരുങ്ങുന്നത്. ഖത്തർ കേന്ദ്രീകരിച്ച് 4 പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്ന അബ്ദുൾ മജീദിന്റെ നേതൃത്വത്തിലുള്ള സിംഫണി ഇവന്റ്സാണ് ഇത്തരമൊരു ആശയത്തെ രൂപപ്പെടുത്തിയത്. കലാപ്രകടനത്തിൽ ആധുനിക സൗകര്യങ്ങളായ ലിഫ്റ്റിംഗ് സ്റ്റേജ്, റോപ്പ് ഡാൻസ്, സ്ലൈഡിംഗ് റോപ്പ്, വാട്ടർ റെയിൻ, വാട്ടർ ഫൗണ്ടൻ, ഗ്രീൻ മാറ്റ്, ഗ്രീൻ ഫ്ലോറിംഗ് എന്നിവയെല്ലാം ഒരുക്കിയിട്ടുള്ള ഒപ്പറ സ്റ്റേജ് മാതൃക തന്നെ കേരളത്തിൽ സമാനതകളില്ലാത്തതാണ്. മെയിനായിട്ടുള്ള ഇതിന് കാരണം നാടകങ്ങൾ ഇപ്പോൾ ഒരുപാട് പിന്നോക്കം പോയിരിക്കുകയാണ്. പിന്നെ നാടകത്തിൻ്റെ ഒരു പുതിയ വെർഷൻ എന്ന് പറയുന്നത് ശബ്ദവും വെളിച്ചവും മറ്റ് സ്ക്രീനും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഷോകളൊക്കെ ഉള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഷോ ചെയ്യാനുള്ള സംവിധാനമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ റെഗുലറായിട്ട് നമ്മൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഷോ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കോഴിക്കോടിൻ്റെ ഹിസ്റ്ററി ബേസ് ചെയ്തിട്ട് ആദ്യത്തെ ഷോ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ഒരു പീരീഡ് കഴിയുമ്പോൾ പിന്നെ മറ്റു പല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. സൗണ്ട് പ്രൂഫ് ഓഡിറ്റോറിയം കം പ്രിവ്യൂ തിയേറ്റർ, ഓഡിയോ വീഡിയോ ലൈവ് എഡിറ്റിംഗ് സ്യൂട്ട് തുടങ്ങിയ അത്യാധുനികമായ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നാടകവും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോകളും അടക്കം സംഘടിപ്പിക്കുവാനുള്ള വിശാലമായ സംവിധാനമാണ് ഈ പുതിയ റിതം ഹൗസ് എന്ന സാംസ്കാരിക സമുച്ചയത്തിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ VKC മുഹമ്മദ് കോയ, അനസ്, ഉമ്മർ ഫാറൂഖ്, KR മോഹൻദാസ്, AV ഫർദിസ്, ബിനുരാജ്, ഫൈസർ എന്നിവർ സംബന്ധിച്ചു. ഉദ്ഘാടന വേദിയിൽ പ്രഥമ നാടകമായി ദി സിറ്റി ഓഫ് ട്രൂത്ത് അവതരിപ്പിക്കും. അനേകായിരം വർഷത്തെ ചരിത്രമുണ്ട് കാലിക്കൂത്ത് എന്ന് വിശ്വപ്രസിദ്ധമായി അറിയപ്പെടുന്ന ഈ തുറമുഖ പട്ടണത്തിന്. ചൈനക്കാരും അറബികളുമായുള്ള വാണിജ്യ ബന്ധത്തിലൂടെ ഈ നാടിന്റെ കീർത്തി പണ്ടേ ലോകമെങ്ങും എത്തിയിട്ടുണ്ട്. പെരുമാൾ വംശത്തിലെ രാമവർമ്മ കുലശേഖരന് ശേഷം പോഴാതിരിമാരുടെ കീഴിലായിരുന്ന നാട്. യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ച കോഴിക്കോടിന് കലാസ്വാദനത്തിന് സ്ഥിരം വേദി ഒരുങ്ങുന്നത് കലാനഗരത്തോടുള്ള ആദരവ് കൂടിയാകും. കോഴിക്കോട് വെള്ളിമാടക്കുന്ന് ഗവൺമെന്റ് വൃദ്ധസദനത്തിലെ താമസക്കാർക്ക് വിഷു കൈനീട്ടം സമ്മാനിച്ചു. ഇന്ത്യ പോസ്റ്റ് കാലിക്കറ്റ് ഡിവിഷന്റെയും കെട്ടാങ്ങൽ അമല ക്ലിനിക്കിന്റെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു ചടങ്ങ്. പ്രതീക്ഷയുടെ കണ്ണുകൾ കാത്തിരിക്കും. ആരെങ്കിലും ഇതുവഴി വരുമെന്ന് കരുതി വിശേഷ ദിവസങ്ങളിൽ പ്രതീക്ഷയല്ല, ഉറപ്പായും വരും അവരെ ചേർത്ത് നിർത്താൻ. ഇന്ത്യ പോസ്റ്റ് കാലിക്കറ്റ് ഡിവിഷനും കെട്ടാങ്ങൽ അമല ക്ലിനിക്കും സംയുക്തമായാണ് വെള്ളിമാടിക്കുന്ന് വൃദ്ധസദനത്തിൽ വിഷു കൈനീട്ടവുമായി എത്തിയത്. മിനി ഹാളിൽ നടന്ന ചടങ്ങ് ഇന്ത്യ പോസ്റ്റ് കാലിക്കറ്റ് ഡിവിഷൻ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോസ്റ്റ് ഓഫീസേഴ്സ് AN സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പൈസ നമുക്ക് എല്ലാവരുടെ ഉണ്ടാവും, എല്ലാ സ്ഥാപനങ്ങൾക്കും പൈസ ഉണ്ടാവും, വ്യക്തികൾക്ക് പൈസ ഉണ്ടാവും. പക്ഷെ അവർക്കൊന്നും നന്മ ഉണ്ടാകുന്നില്ല. എല്ലാവരും ഇതിങ്ങനെ ചെയ്യണമെന്നില്ല. മനുഷ്യൻ തന്നെ സഹാനുഭൂതിയും കരുണയും ദയയും ഒക്കെ ഒതുങ്ങിയ അല്ലെങ്കിൽ നന്മയും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് മനുഷ്യൻ എന്ന ജന്മം തന്നെ. പക്ഷെ പലപ്പോഴും നമ്മളെല്ലാവരും അതൊക്കെ മറന്നു പോകുന്നു. എന്നാലും അതിൻ്റെ ഉറവ പറ്റിയിട്ടില്ല എന്നുള്ള ഉദാഹരണമാണ് ഈ അമല ക്ലിനിക്കും അതിൻ്റെ സാരഥിയായ മേരി ജോസ്. ഇന്ത്യ പോസ്റ്റിന്റെ മുദ്രണം ആലേഖനം ചെയ്ത ഔദ്യോഗിക കവറിൽ ഇന്ത്യ പോസ്റ്റ് കാലിക്കറ്റ് ഡിവിഷൻ അസിസ്റ്റന്റ് സൂപ്രണ്ട് AN സുനിൽകുമാർ, അമല ക്ലിനിക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മേരി ജോസഫ് എന്നിവരിൽ നിന്നും ഗവൺമെന്റ് വൃദ്ധസദനം സൂപ്രണ്ട് സിദ്ദിഖ് ചുണ്ടക്കാട് താമസക്കാർക്കുള്ള കൈനീട്ടം ഏറ്റുവാങ്ങി. പ്രൊഫസർ വർഗീസ് മാത്യു, C ഹൈദരാലി, K സുജിലേഷ്, PV ജയമോഹനൻ, അമൽ വരുൺ മാത്യു, അപർണ ഫ്രാൻസിസ്, ലിജിത വിനയൻ, R ദീപ്തി തുടങ്ങിയവരും സംബന്ധിച്ചു. ഇനി ക്യാപിറ്റൽ ടൈംസിൽ സ്പെഷ്യൽ ന്യൂസ് കാണാം. കോഴിക്കോട്ട് മാത്തോട്ടം സ്നേഹവീതി റോഡിൽ 3 സെന്റ് സ്ഥലത്താണ് CS കോഫയം പദ്ധതി ഉൾപ്പെടുത്തി 24ാമത് വീടിന് തറക്കല്ലിട്ടത്. പ്രമുഖ ഒരു വ്യവസായിയും MSS സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ PO ഹാഷിം തറക്കല്ലിൽ കർമ്മം നിർവഹിച്ചു. പ്രത്യേകിച്ചും CS കോയുമായി വളരെ 40-45 കൊല്ലത്തെ ബന്ധമുണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും. അപ്പോൾ ഈ 24ാമത്തെ വീട്ടിൻ്റെ ഈ ചടങ്ങിന് എന്നെ വിളിച്ചതിൽ ഞാൻ
എല്ലാ മെമ്പറും നന്ദി പറയുന്നു. CSCO പ്രസിഡന്റ് CBV സിദ്ദീഖ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി MV ഹസൽ റഹ്മാൻ, K നൌഷാദ് അലി, PP അബ്ദുള്ള കോയ, CPM സയ്യിദ് അഹമ്മദ്, P മുഹമ്മദ് കോയ, പ്രൊഫസർ സഹദൽ ബിൻ അലി, പാലക്കണ്ടി മൊയ്തീൻ കോയ, PM മഹബൂബ് തുടങ്ങിയവർ സംബന്ധിച്ചു. തറയിട്ടതിൽ ഇതിനകം 12 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചതായി CSCO ഭാരവാഹികൾ അറിയിച്ചു. പ്രായത്തെ തോൽപ്പിക്കാതെ 75 വയസ്സുള്ള കോതമംഗലത്തെ കർഷകർക്ക് മാതൃകയാകുന്നു. മലയാളികളുടെ ആഘോഷവും പ്രതീക്ഷയുമായ വിഷുവിനെ വരവേൽക്കാൻ കോതമംഗലം സ്വദേശിയായ 75-കാരൻ തൻ്റെ കൃഷിയിടത്തിൽ വിളവെടുപ്പിൻ്റെ തിരക്കിലാണ്. കോതമംഗലം വാരപ്പെട്ടി സ്വദേശി പുന്നേക്കോട്ടയിൽ മഹറൂബ് എന്ന 75-കാരൻ തന്റെ കഠിനാധ്വാനത്തിലൂടെ എല്ലാവർക്കും മാതൃകയായിരിക്കുകയാണ്. മണ്ണിനോടുള്ള സ്നേഹത്തിന് ഒരിക്കലും പ്രായം കാണില്ലെന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് മഹറൂബിന്റെ കൃഷിയിടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വെള്ളരി, കുക്കുംബർ, പയർ, തണ്ണിമത്തൻ, ചീര തുടങ്ങിയവയുടെ വിളവെടുപ്പാണ് നടന്നത്. വയസ്സിന്റെ ബുദ്ധിമുട്ടുകൾ ഒന്നും കണക്കിടാക്കാതെ ദിനവും വയലിൽ ചെലവഴിച്ച് വളർത്തിയ ഈ കൃഷി ഇന്നിവിടെ വിഷുവിന്റെ സന്തോഷമായി മാറുകയാണ്. തനിക്ക് കൃഷി ചെയ്യുന്നത് വളരെ ഇഷ്ടമാണെന്നും കാർഷിക കുടുംബത്തിൽ ജനിച്ച താൻ വളരെ ചെറുപ്പം മുതൽ കൃഷി ചെയ്തു വരികയാണെന്നും ഇതാണ് തന്റെ സന്തോഷമെന്നും മഹറൂബ് പറഞ്ഞു. ഞാൻ പാരമ്പര്യമായിട്ട് കൃഷി ചെയ്യുന്ന ഒരു കൃഷിക്കാരനാണ്. ഞാൻ ഈ തവണ വിഷു പ്രമാണിച്ച് പാടത്ത് അതിൻ്റെ ഒരു 80 സെൻറ്റ് സ്ഥലത്ത് പയർ, കുക്കുംബർ, വെള്ളിരി, തണ്ണിമത്തൻ, ചീര മുതലായ കൃഷികൾ ചെയ്തിരുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെയും വലിയ മോശമൊന്നും വന്നില്ല. എങ്കിലും നല്ല കൃഷിയാണ് എനിക്ക് കിട്ടിയത്. ഈ തവണ വിഷുവിന് വെള്ളിരി ഓർഡറുണ്ട്. എല്ലാ ഓർഡറും തീർന്ന് ഇനിയിപ്പോൾ മൂന്നാമത്തെ പറച്ചിലാണ്. ഇപ്പോൾ മൂന്നാമത്തെ പറച്ചിൽ കഴിഞ്ഞ് ഇതിന് ഓർഡറുണ്ട്. നല്ല രീതിയിലുള്ള വില കിട്ടിയിട്ടുണ്ട്. അതുപോലെ തണ്ണിമത്തന് വിലയുണ്ട്, പിന്നെ കുക്കുംബറിന് എല്ലാത്തിനും നല്ല വില, ഈ തവണ നല്ല വില കിട്ടി. അതുപോലെ കൃഷിഭവനിൽ നിന്നും നമുക്ക് എല്ലാ സഹകരണങ്ങളും അവർ ചെയ്തു തരുന്നുണ്ട്. അത് ഞാൻ പണ്ട് കൃഷി ചെയ്ത കാരണം ഇപ്പോഴും താല്പര്യമാണ്. കാര്യം കൃഷി ചെയ്യാൻ പറ്റില്ലെങ്കിലും കൃഷിയോട് താല്പര്യ കാരണമാണ് ഇങ്ങനെ കൃഷി ചെയ്യുന്നത്. പ്രായം ഒരു തടസ്സമല്ല, ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ് എന്ന മഹറൂബിന്റെ ഈ അധ്വാനം പുതുതലമുറയ്ക്ക് നൽകുന്ന ഒരു പാഠമാണ്.